ഏകദേശം 1971 മുതൽ 2016 വരെ അമേരിക്കൻ ഗവൺമെൻറ് ആയാലും അമേരിക്കയിലെ പല ഡിറ്റക്റ്റീവ് ഏജൻസികളായാലും തലകുത്തി നിന്ന് അന്വേഷിച്ചിട്ടും ഒരു കള്ളനെ അവർക്ക് പിടിക്കാൻ സാധിച്ചില്ല. അങ്ങനെ എന്താണ് ആ കള്ളൻ ചെയ്തത് എന്നും ആരാണ് ആ കള്ളൻ എന്നുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SL Diaries. നവംബർ 21 പോർട്ട്ലാൻഡിലുള്ള സിയാറ്റിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു എയർപോർട്ടിൽ GB കൂപ്പർ, അതായത് ഡാൻ കൂപ്പർ എന്നുള്ള ഒരു പേരിൽ ഒരു വ്യക്തി വരികയും അവിടെ പോയി ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. 1971 എന്ന് പറയുന്ന കാലഘട്ടം അത്ര അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി ആയാലും അല്ലെങ്കിൽ എയർപോർട്ട് സെക്യൂരിറ്റി ആയാലും അധികമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു ആ ഒരു കാലഘട്ടം. ഇന്നുള്ള പോലെ ബാഗ് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ബാഗ് സ്കാനറിലൂടെ എടുക്കുക എന്നുള്ള ഒരു കാര്യം പോലും അന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആകെ മൊത്തം ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരേ ഒരു ബാഗ് മാത്രമായിരുന്നു. അങ്ങനെ അദ്ദേഹവും അവിടെയുള്ള ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഓടൊപ്പം ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നത് ഏകദേശം 36ഓളം പാസഞ്ചേഴ്സ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളും നോർമലായി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മറ്റുള്ള എല്ലാവരും ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞ് ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുന്ന സമയത്ത് ഇദ്ദേഹം അവിടെയുള്ള എയർ ഹോസ്റ്റേഴ്സിനെ വിളിച്ച് ഡ്രിങ്ക്സ് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതേ തുടർന്ന് അവരും വളരെ സന്തോഷത്തോടെ ഡ്രിങ്ക്സ് എടുത്ത് കൊടുക്കുകയും ചെയ്തു. ഡ്രിങ്ക്സ് എല്ലാം കുടിച്ച് നല്ല സന്തോഷത്തോടെയായിരുന്നു ആദ്യമെല്ലാം അവർ യാത്ര ആരംഭിച്ചത്. എന്നാൽ പെട്ടെന്ന് തന്നെ അവിടെയുള്ള എയർ ഹോസ്റ്റേഴ്സിനെ ഇദ്ദേഹം വീണ്ടും വിളിക്കുകയും അവരുടെ കയ്യിൽ ഒരു പേപ്പർ കൊടുക്കുകയും ചെയ്തു. ആദ്യം ആ ഒരു എയർ ഹോസ്റ്റേഴ്സ് കരുതിയത് തന്നോട് ഈ വ്യക്തി ഫ്ലേർട്ട് ചെയ്യാൻ നോക്കുകയാണെന്ന് പറഞ്ഞ് ആ ലെറ്റർ നോക്കുക പോലും ചെയ്യാതെ പോക്കറ്റിലിട്ട് അവൾ അവിടെ നിന്ന് നടക്കാൻ ആരംഭിച്ചു. എന്നാൽ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം തന്നെ അദ്ദേഹം വീണ്ടും അതേ ഒരു എയർ ഹോസ്റ്റേഴ്സിനെ വിളിക്കുകയും താൻ തന്ന ആ പേപ്പർ നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കുമെന്ന് പറയുകയും അതേ തുടർന്ന് അവൾ ആ ഒരു പേപ്പർ എടുത്ത് അവൾ വായിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അതിലെഴുതിയിട്ടുണ്ടായിരുന്നത് എൻ്റെ കയ്യിൽ വലിയൊരു ബോംബുണ്ട് എന്നും ഈ ഫ്ലൈറ്റ് ഞാനിപ്പോൾ ഹൈജാക്ക് ചെയ്യുകയാണ് എന്നുമാണ് ആ ഒരു പേപ്പർ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇത് വായിച്ചപ്പോൾ തന്നെ അവളുടെ അടുത്ത് ഒരു ശബ്ദവും ഉണ്ടാക്കാതെ ഇവിടെ വന്ന് ഇരിക്കൂ എന്ന് പറയുകയും അവരുടെ അടുത്ത് വന്നിരിക്കുകയും ചെയ്തു. എന്നാൽ അവളോടത്ത് ഈ വ്യക്തി പറഞ്ഞത് വേഗം പോയി ഈ ഫ്ലൈറ്റിലുള്ള ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സിൻ്റെ അടുത്തും പൈലറ്റിൻ്റെ അടുത്തും അറിയിക്കൂ എന്നാണ് അവൾ പറഞ്ഞത്. ഇതേ തുടർന്ന് അവൾ വേഗം പോയി ആ ഫ്ലൈറ്റിലുള്ള ക്രൂ മെമ്പേഴ്സിൻ്റെ അടുത്തായാലും പൈലറ്റിൻ്റെ അടുത്തായാലും താഴെയുള്ള എയർപോർട്ട് അതോറിറ്റീസിൻ്റെ അടുത്തായാലും ഈ ഒരു കാര്യം അറിയിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് അവൾക്ക് ഒന്നും കൂടെ വിശ്വാസമാവാൻ വേണ്ടി തങ്ങളുടെ കയ്യിൽ ബോംബുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ആ വ്യക്തിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരേ ഒരു ബാഗ് എടുത്ത് തുറന്നു നോക്കിയപ്പോൾ ബാഗ് തുറന്ന് കാണിച്ചപ്പോൾ അതിൽ കുറേ സിലിണ്ടേഴ്സും കുറേ മെഷീൻസ് എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആയിരുന്നു അവരുടെ മുന്നിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ അത് ബോംബായിരിക്കുമെന്ന് പറയുന്നതുകൊണ്ട് അവിടെയുള്ള ഫ്ലൈറ്റിലുണ്ടായിരുന്ന 36 പാസഞ്ചേഴ്സും അവിടെയുള്ള ഫ്ലൈറ്റ് ക്രൂ ആയാലും ആ പൈലറ്റ്സ് ആയാലും ഭയപ്പെടാനും അവിടെ നിന്ന് നിലവിളിക്കാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ എല്ലാവരോടും താൻ നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നും തനിക്ക് $2 ലക്ഷം അമേരിക്കൻ ഡോളേഴ്സ് ആവശ്യമുണ്ടെന്ന് പറയുകയും ചെയ്തു. തനിക്ക് $2 ലക്ഷം വെച്ചാൽ ഞാൻ നിങ്ങളെല്ലാവരും ജീവനോട് വിടാമെന്ന് പറയുകയും ചെയ്തു. ഇതേ തുടർന്ന് ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ഫ്ലൈറ്റ് ക്രൂ എല്ലാവരും താഴെയുള്ള എയർപോർട്ട് അതോറിറ്റീസിനകത്ത് ഈ വ്യക്തിയുടെ ആവശ്യങ്ങൾ അറിയിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് സിയാറ്റലിലെ മേയറെയും അവിടെയുള്ള FBI ഏജൻസിനെ എല്ലാവരെയും വിവരം അറിയിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ആ വ്യക്തി ആ ഒരു എയർപോർട്ട് അതോറിറ്റീസിൻ്റെ അടുത്ത് തനിക്ക് $2 ലക്ഷം അമേരിക്കൻ ഡോളേഴ്സ് ആവശ്യമുണ്ട് എന്നും അതോടൊപ്പം 3 പാരഷൂട്ടും വേണമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഈ വ്യക്തി ആവശ്യപ്പെട്ട പോലെ സിയാറ്റലിലെ മേയറായാലും അവിടെയുള്ള എല്ലാ പോലീസ് ഓഫീസേഴ്സും ഈ വ്യക്തി ആവശ്യപ്പെട്ട പോലെ 3 പാരഷൂട്ടും അതോടൊപ്പം $2 ലക്ഷം അമേരിക്കൻ ഡോളേഴ്സ് കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് അവരുടെ ഒരു ഓഫീസറിൻ്റെ അടുത്ത് ഒരു ആയുധവുമില്ലാതെ ഈ വ്യക്തി ആവശ്യപ്പെട്ട ക്യാഷും 3 പാരഷൂട്ടും ഒരു പോലീസ് ഓഫീസറിൻ്റെ അടുത്ത് കൊടുത്തു വിടുകയും ചെയ്തു. ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ഏകദേശം 36ഓളം പാസഞ്ചേഴ്സിനെ വെറുതെ വിടുകയും ചെയ്തു. അവിടെ FBI ആയാലും പോലീസ് ആയാലും അവിടെയുള്ള ഗവൺമെൻറ് ആയാലും വിചാരിച്ചത് പാസഞ്ചേഴ്സ് എന്തായാലും ഇറങ്ങിപ്പോയ ശേഷം ആ ഫ്ലൈറ്റിലുള്ള എല്ലാവരും ഇറങ്ങിപ്പോയ ശേഷം എന്തായാലും ഈ വ്യക്തിക്ക് ആ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുക തന്നെ വേണം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ വ്യക്തി താഴെ ഇറങ്ങിയാൽ ആ വ്യക്തി പിടിക്കുകയും
ഷൂട്ട് ചെയ്യാമെന്നുള്ളൊരു രീതിയിലായിരുന്നു അവിടെയുള്ള FBI ആയാലും ഗവൺമെൻറ് ആയാലും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വ്യക്തി എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ 36 പാസഞ്ചേഴ്സിനെ താഴേക്ക് ഇറക്കി വിട്ട് ആ ഫ്ലൈറ്റിലുള്ള പൈലറ്റ്സ് ആയാലും ഫ്ലൈറ്റിലെ ക്രൂ ആയാലും അവരെ പിടിച്ചു വയ്ക്കുകയും ചെയ്തു. ഫ്ലൈറ്റിലുള്ള ഒരു ക്രൂ മെമ്പറിൻ്റെ അടുത്ത് താഴെ പോയി ഈ ഫ്ലൈറ്റിന് ആവശ്യമുള്ള പെട്രോൾ നിറയ്ക്കാൻ പറയുകയും ചെയ്തു. ഫ്ലൈറ്റിലെ ഒരു ക്രൂ മെമ്പർ താഴെ പോയി എയർപോർട്ട് അതോറിറ്റീസിൻ്റെ അടുത്ത് കാര്യം പറയുകയും ഈ ഫ്ലൈറ്റിന് ആവശ്യമുള്ള ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുകയും ചെയ്തു. പെട്രോൾ അടിച്ച ശേഷം ഈ വ്യക്തി അതായത് പൈലറ്റ്സിൻ്റെ അടുത്ത് ഈ ഫ്ലൈറ്റ് എത്രയും പെട്ടെന്ന് തന്നെ മെക്സിക്കോയിൽ എത്തിക്കണമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ അമേരിക്കയിൽ നിന്ന് മെക്സിക്കോ വരെ പോകാനുള്ള പെട്രോൾ ഈ ഫ്ലൈറ്റിൽ മതിയാവില്ല എന്ന് പറയുകയും വേറൊരു ഭാഗത്തിറങ്ങി പെട്രോൾ അടിച്ചാൽ മാത്രമേ മെക്സിക്കോ വരെ പോകാൻ പറ്റുള്ളൂ എന്ന് അവിടെയുള്ള പൈലറ്റ്സ് ഈ വ്യക്തി പറയുകയും ചെയ്തു. ഇതേ തുടർന്ന് അവസാനം അവർ ഈ അമേരിക്കയിൽ നിന്ന് മെക്സിക്കോ പോകുന്നതിൻ്റെ ഇടയിൽ ഒരു എയർപോർട്ടിൽ ഇറങ്ങാമെന്നും അവിടെ പോയി പെട്രോൾ അടിച്ച് നേരെ മെക്സിക്കോയ്ക്ക് പോകാമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ അവിടെയും FBI അവിടുത്തെ ഗവൺമെൻറ് വിചാരിച്ചത് എന്തായാലും വേറെ എയർപോർട്ടിൽ അവർക്ക് ഇറങ്ങിയാലേ മെക്സിക്കോയ്ക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വേറെ എയർപോർട്ടിൽ എന്തായാലും അവർ ഇറങ്ങുമല്ലോ എന്നുള്ള കാരണം കൊണ്ട് തന്നെ ആ ഒരു എയർപോർട്ട് മൊത്തം നിമിഷങ്ങൾ കൊണ്ട് ഇവാക്യുവേറ്റ് ചെയ്യുകയും ആ ഒരു എയർപോർട്ട് മൊത്തം ആർമിയുടെ ആയാലും FBI ഫുൾ കൺട്രോൾ കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ ആ ഫ്ലൈറ്റ് അവിടെ പറക്കാൻ തുടങ്ങിയ ശേഷം അവിടെയുള്ള ആർമി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഫ്ലൈറ്റിനെ നിരീക്ഷിക്കാൻ വേണ്ടി 2 ജെറ്റുകളെ ഈ ബാക്കിലൂടെ അയച്ചുവിടുകയും ചെയ്തു. എന്നാൽ ഈ DB കൂപ്പർ എന്ന് പറയുന്ന വ്യക്തി ഈ ഫ്ലൈറ്റിനെ കുറിച്ച് നടവുള്ളൊരു വ്യക്തി ആയത് ഏകദേശം 3000 അടി ഉയരത്തിൽ മേഘങ്ങളുടെ ഇടയിലൂടെ മാത്രം ഈ ഫ്ലൈറ്റിനെ കൊണ്ടുപോവുകയും അതായത് ബാക്കിൽ വരുന്ന ജെറ്റിനായാലും കറക്റ്റായിട്ടുള്ളൊരു വ്യൂ കിട്ടാതിരിക്കാൻ വേണ്ടി മേഘങ്ങളുടെ ഇടയിലൂടെ മാത്രമായിരുന്നു ആ ഒരു എയ്റോപ്ലെയിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. മേലെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ താഴെ അവർ ഇറങ്ങുമെന്ന് പറഞ്ഞ ആ ഒരു എയർപോർട്ടിൽ FBI ആയാലും ഗവൺമെൻറ് ആയാലും ഫുള്ളായി അവരുടെ കൺട്രോൾ കൊണ്ടുവരികയും ചെയ്തു. ഇവരുടെ ബാക്കിൽ തന്നെ 2 ജെറ്റുകൾ ഇവരുടെ ബാക്കിൽ പറന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വ്യക്തി അവിടെയുള്ള എല്ലാ ക്രൂ മെമ്പേഴ്സിനെയും അവിടെയുള്ള പൈലറ്റ്സ് ഇരിക്കുന്ന ക്യാബിനുള്ളിലേക്ക് മാറ്റുകയും ആ റൂം ലോക്ക് ചെയ്യുകയും ചെയ്തു. ഇതേ തുടർന്ന് ബാക്കിയുള്ള പാസഞ്ചേഴ്സ് ഇരിക്കുന്ന സ്ഥലം മൊത്തം അവിടെയുള്ള എല്ലാ ലൈറ്റുകളും ഓഫാക്കി ഈ ഒരു വ്യക്തി മാത്രം ആ പാസഞ്ചേഴ്സ് ഇരിക്കുന്ന സ്ഥലത്ത് പോയി അവിടെ ഇരിക്കുകയും ചെയ്തു. അതുകൊണ്ടിരിക്കുന്ന പ്ലെയിനിൽ പെട്ടെന്ന് തന്നെ ഒരു പ്രഷർ വ്യത്യാസം വരികയും ഫ്ലൈറ്റിൻ്റെ ബാലൻസ് പോകുന്ന പോലെ അവിടെയുള്ള പൈലറ്റ്സിന് തോന്നുകയും ചെയ്തു. എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പ്ലെയിനിൻ്റെ ഡോർ ആരോ ഓപ്പൺ ചെയ്തിരിക്കുന്നു എന്നിവർ മനസ്സിലാക്കുകയും ചെയ്തു. ഫ്ലൈറ്റ് ക്രൂ ആ ഒരു ക്യാബിൽ നിന്ന് പുറത്തു വരികയും പുറത്തു നോക്കിയപ്പോൾ ഈ ഒരു വ്യക്തിയെ അവിടെ കാണാനില്ല എന്നാണ് അവർ പറഞ്ഞത്. ഫ്ലൈറ്റ് ആ സമയത്ത് പറന്നുകൊണ്ടിരുന്നത് ഒരു മലപ്രദേശത്തായിരുന്നു. അതായത് ഫുള്ളായിട്ട് കാടും പുഴയെല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു മലപ്രദേശമായിരുന്നു അത് എന്നും ഒരു വ്യക്തി തൻ്റെ കയ്യിലുള്ള പാരഷൂട്ടും കൊണ്ട് ഈ ഒരു മലയിലേക്ക് എടുത്ത് ചാടിയിട്ടുണ്ടാവാമെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ ആ പ്ലെയിന് നേരെ അവർ അടുത്ത പ്രാവശ്യം പെട്രോൾ അടിക്കാൻ ഇറക്കുമെന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്ത് പോയി ഇറക്കുകയും ചെയ്തു. എന്നാൽ ആ പ്ലെയിൻ അവിടെ ഇറങ്ങിയ സമയത്ത് തന്നെ ആർമി ആയാലും അവിടെയുള്ള എയർപോർട്ട് അതോറിറ്റീസ് ആയാലും ഈ പ്ലെയിനെ ചുറ്റുകയും ആ ഡോർ അവർ കുത്തിപ്പൊളിച്ച് പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് നോക്കിയപ്പോഴാണ് മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നതായിട്ടുള്ള ഒരു അടയാളവും അവർക്ക് കാണാൻ സാധിച്ചില്ല. വെറും ഒരു വ്യക്തി ഇത്രയും പേരെ മണ്ടനാക്കിയതിൻ്റെ ദേഷ്യം കാരണം കൊണ്ട് തന്നെ അമേരിക്കൻ ഗവൺമെൻറ് ഏകദേശം 150ഓളം സോൾജേഴ്സിനെ ആ അതായത് ആ വ്യക്തി ചാടി എന്ന് പറയപ്പെടുന്ന ആ ഒരു മലയിലേക്ക് അയക്കുകയും ആ കാട് മുഴുവനായി നല്ല രീതിയിൽ പരിശോധിക്കുകയും ചെയ്തു. എന്നാൽ ഇതിന് ശേഷം 2016 വരെ ഈ വ്യക്തിയെ അന്വേഷിക്കാൻ വേണ്ടി തന്നെ ഒരു സ്പെഷ്യൽ ഫോഴ്സിനെ രൂപീകരിക്കുകയും ആ സ്പെഷ്യൽ ഫോഴ്സിലൂടെ 2016 വരെ ഈ വ്യക്തിയെ അന്വേഷിക്കുകയും ചെയ്തു. എന്നാൽ ആ വ്യക്തിയുടെ വയസ്സിനെ പറ്റി ചോദിച്ചപ്പോൾ ആ ഒരു ഫ്ലൈറ്റിലുണ്ടായിരുന്ന അറ്റൻഡേഴ്സ് ആയാലും ആ ഫ്ലൈറ്റ് ക്രൂ ആയാലും പറഞ്ഞത് ഏകദേശം 40 വയസ്സ് തോന്നിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹമെന്നും 2016 വരെ എന്തായാലും അദ്ദേഹം ജീവനോടെ ഉണ്ടാവില്ല എന്നും വയസ്സായി മരണപ്പെട്ടു പോയിട്ടുണ്ടാവും ഒരു കാരണം കൊണ്ട് തന്നെ ഈ കേസ് അവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം താനാണ് DB കൂപ്പർ എന്ന് പറഞ്ഞ് പല വ്യക്തികൾ വരികയും അദ്ദേഹം ചാടി എന്ന് പറയുന്ന ആ ഒരു മലപ്രദേശത്ത് നിന്ന് DB കൂപ്പർ ഉപയോഗിച്ച് പാരഷൂട്ടാണ് ഇത് എന്ന് പറഞ്ഞിട്ടും DB കൂപ്പർ ഉപയോഗിച്ച് പൈസകളാണെന്ന് പറഞ്ഞിട്ടും
അമേരിക്കയിൽ മൊത്തമായി പടർന്നുകൊണ്ടിരുന്നത്. DB കൂപ്പറിന് എന്താണ് സംഭവിച്ചത് എന്നും ഇന്നും തന്നെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഇപ്പോഴും വലിയൊരു മിസ്റ്ററി ആയിട്ട് നിലനിൽക്കുന്നുമുണ്ട്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അടുത്തിടാൻ പോകുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ.